കഴിഞ്ഞ ദിവസം വെറുതെ ഒന്ന് ആമസോണിൽ കയറിയപ്പോഴാണ് ഇതാ ഈ ഒരു ഐറ്റം കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, അതങ്ങ് വാങ്ങി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് പടം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ സിമ്പിളൊരു സാധനമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇതിനെ നമ്മൾ സ്ഥലത്ത് കൊണ്ടുവന്ന് വയ്ക്കും, കുറച്ച് മഴ പെയ്യിച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കും. സിമ്പിൾ ഐഡിയ ആണ്. അപ്പോൾ മഴയത്ത് കളിക്കുന്ന കുട്ടികൾ, അതാണ് നമ്മുടെ തീം. അപ്പോൾ അത് വെച്ചിട്ടാണ് പടം എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫോട്ടോ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള പരിപാടി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ ആവശ്യമുള്ളത്. നമ്മുടെ ടോയ് ഉണ്ട്, പിന്നെ ട്രൈപോഡ് ഉണ്ട്, മഴ പെയ്യിക്കുന്ന യന്ത്രമുണ്ട്, 2 ലൈറ്റ് ഉണ്ട്, പവർ ബാങ്ക് ഉണ്ട്, വേറെ ബാക്ക്ഗ്രൗണ്ടിൽ വയ്ക്കുന്ന ലൈറ്റ് ഉണ്ട്, 2 ബോക്സ് ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്. അതൊക്കെ എന്തിനുള്ളതെന്ന് നമുക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റിനെ വെക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ അവിടുത്തെ കൊണ്ടുപോയി വെച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിനെ ഇവിടെ ആയിട്ട് വയ്ക്കാം. ഇവിടെ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ ഇരിക്കണം. ഇനി കുറച്ച് ക്ഷമ വേണം. യെസ്, അവിടെ ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാമറ ഇവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പം കുഴപ്പമില്ലാതെ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൂടെ ഒന്ന് സെറ്റ് ചെയ്യാമേ. ഓക്കെ, എങ്ങനെയാണ് ഇപ്പോൾ ഫ്രെയിം വന്നിരിക്കുന്നത്? അതിൽ നമുക്ക് സബ്ജക്റ്റിനെ ഒന്ന് തിരിച്ച് വെക്കേണ്ട ആവശ്യമുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഇങ്ങോട്ട് ഫ്രെയിമിൽ കാണത്തക്ക രീതിയിൽ ഇങ്ങനെ തിരിച്ച് വയ്ക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട്. സെറ്റ്. യെസ്, അപ്പോൾ നമ്മുടെ ഫ്രെയിം സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടി നോക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ലൈറ്റ് ഞാൻ ഈ ബോക്സിനകത്ത് ഇട്ടിട്ടാണ് ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പോകുന്നത്. കാര്യം വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ലൈറ്റിൽ വീണ് ലൈറ്റ് അടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ലൈറ്റ് സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലെ ലൈറ്റ് ഇത് നമുക്കിവിടെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, എൻ്റെ എല്ലാ ഫോട്ടോകളിലും ഞാനിങ്ങനെ ഈ ഒരു സാധനം യൂസ് ചെയ്യാറുണ്ട്. നല്ല രസമാണ് ബാക്ക്ഗ്രൗണ്ട് കാണാൻ. ഇങ്ങനെ നിൽക്കണം. ഓക്കെ, അതിനായിട്ട് നമുക്ക് ഇതിനെ വെച്ച് ഇവിടെ നിർത്താം. ഇവിടെ ഇരുന്നോളൂ, ഇങ്ങനെ ഇരുന്നോളൂ. വേണമെങ്കിൽ ഇത് ഓണാക്കിയിടാല്. എന്തൊക്കെയാണ് ഇത് അണഞ്ഞ. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് സെറ്റ്. യെസ്, ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ. ഇങ്ങനെയാണ് നമ്മുടെ ഫ്രെയിം വന്നിരിക്കുന്നത്. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രേഡ് ക്യാനില്ലേ, അത് വെച്ചിട്ട് നമ്മളിതിന് സ്പ്രേ ചെയ്യുന്ന ടൈമിൽ ഫോട്ടോ എടുക്കും. അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഫ്രെയിമൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്തിട്ട് പടവും കൂടെ എടുത്ത് നമുക്കിത് സെറ്റാക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്കിതിൻ്റെ ഒന്ന് പ്രഷർ കയറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇത് സ്പ്രേ ചെയ്യാൻ പോകണം. അതിന് മുന്നേ നമ്മൾ നമ്മുടെ ക്യാമറയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഞാൻ ഇതിനടുത്തിൻ്റെ മുകളിൽ ഇടുന്നുണ്ട്. ഇനി നമുക്ക് സ്പ്രേ അടിച്ചിട്ട് പടം എടുക്കാം. അപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് അടിച്ചിടുമ്പം കറക്റ്റ് മഴ പെയ്യുന്ന പോലെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഫോട്ടോ ഹൈ സ്പീഡിൽ ഇങ്ങനെ എടുക്കുകയാണ്. 1-2 വെച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കും. അപ്പോൾ ഏകദേശം കിട്ടിക്കാണെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ചും കൂടെ എടുത്ത് വയ്ക്കാം. കുറി ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമുക്ക് വരണം സെലക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് എഡിറ്റിംഗ്. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ ആദ്യം ഒന്ന് ക്രോപ്പ് ചെയ്യാണ്.
അപ്പോൾ ഇതിൽ മഴയുടെ എഫക്റ്റ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് മഴയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എൻ്റേതായിട്ടുള്ള രീതിയിലൊന്ന് കളർ ഗ്രേഡും കൂടെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഫോട്ടോയെ പറ്റിയിട്ടുള്ള അഭിപ്രായ നിർദ്ദേശങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ ഇതേപോലുള്ള കൂടുതൽ ഫോട്ടോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ഉല്ലാസ് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അവിടെ പോയി ഞെക്കിയാലും മതി. എന്നിട്ട് ജസ്റ്റ് ഫോളോ ഒക്കെ അടിച്ചാൽ ഇതേണക്കത്തെ ഫോട്ടോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, പിന്നെ ഇന്നത്തെ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും ദൃശ്യങ്ങളും കൂടെയൊക്കെ കമൻറ്റിൽ അറിയിക്കുക. ഇതേപോലുള്ള വീഡിയോസ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക. എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പറയുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ കമൻറ്റോ ഷെയറോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമായിരിക്കും. ബൈ. Back up.